നടക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ് സത്യത്തിൽ. അതെ, തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന VS ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനെ തുടർന്നുള്ള സമയത്തും ഒക്കെ അവർ എടുക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിയത്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിപ്രായം പറയാം. ഈ മന്ത്രിസഭ തീരുമാനം വന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദാംശങ്ങൾ ഇതൊരു സർക്കാർ അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിർത്തലാക്കുന്നു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇല്ല, അറിയില്ല. അതാ പറഞ്ഞത്, വാർത്ത കാണുന്നതല്ലാതെ ബാക്കിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പിന്മാറ്റവും നഷ്ടപരിഹാരവും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാം. ഈ 90,000-ഓളം പേർക്ക് തൊഴിലവസരം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അത്തരമൊരു സംരംഭമാണ് ഇതിപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ 10,000 ആളുകൾക്ക് പോലും ഇതുവരെ അവിടെ തൊഴിൽ നൽകാനും കഴിഞ്ഞിട്ടില്ല. തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ അല്ലെങ്കിൽ തന്നെ അവസാനിപ്പിച്ചു IT-യിൽ ഒക്കെ. കാരണം വലിയ എന്തൂസിയാസം ആയിരുന്നില്ലേ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്? എത്ര പേർക്കാണ് തൊഴിൽ കൊടുത്തത്? ഏറ്റവും നല്ല ഉദാഹരണമല്ലേ പിന്നെ ഇൻഫോസിസ്. അതുപോലുള്ള ഉദാഹരണമല്ലേ മറ്റു വലിയ വലിയ പ്രൈവറ്റ് അവർക്ക് സ്വന്തമായി ക്യാമ്പസ് ഉണ്ടാക്കി അവരൊക്കെ ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തി. ഈ സർക്കാർ മേഖലയിൽ തന്നെ ഇൻഫോ പാർക്ക് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അതെല്ലാം പോയില്ലേ? അതൊക്കെ പിന്നെ ഫില്ലായില്ലേ? നിറഞ്ഞു ഇൻഫോ പാർക്കൊക്കെ.